വെൽക്കം ഓൾ ഓഫ് യു. തൈമനാണ്. ആന്റിഡിപ്രസൻസ് ഡ്രഗ്സ് വീഡിയോ സീരീസിൽ നമ്മുടെ 4ാമത്തെ വീഡിയോ, 4th വീഡിയോ ഇൻ ദ സീരീസ് ഓഫ് ആന്റിഡിപ്രസൻസ് ഫാർമക്കോളജി. ഈ വീഡിയോയിൽ നമ്മൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് ഓർ TCAs എന്നാണ് നമ്മൾ അതിനെ അബ്രിവേറ്റ് ചെയ്യുക. TCAsന്റെ ഫാർമക്കോളജിയാണ് നമ്മൾ പറയുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ SNRI പറയുന്നതിന് മുമ്പ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് പറയുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസിന്റെ ഫാർമക്കോളജിയാണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയും, വാട്ട് ആർ ദ ഡ്രഗ്സ് ഇൻ ദ ക്ലാസ്, ഏതെല്ലാം മരുന്നുകളുണ്ട് എന്നുള്ള കാര്യം പറയും, കൈനറ്റിക്സ് എന്തെങ്കിലും അത്യാവശ്യം പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയും, ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് പറയണം, ദെൻ യൂസസ് ഓഫ് വേരിയസ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് പറയണം, ദെൻ സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് പറയണം, ദെൻ വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ദ ടോക്സിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസിൽ പറയാനുള്ളത്. ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് പേരിൽ തന്നെ ചില കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. ഒന്ന്, ദീസ് ആർ ട്രൈസൈക്ലിക്. ട്രൈസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റിങ്ങുകൾ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ന 3 റിങ്ങുകൾ. നമ്മൾ ക്ലോർപ്രമാസിൻ ലൈക്ക് ഡ്രഗ് പഠിച്ചു, അതും ഏകദേശം ഇങ്ങനെയാണ്. സോ അവിടെ ഒരു സൾഫർ ഇവിടെ ഉണ്ട്, ഫിനോതൈസിൻസ് ഗ്രൂപ്പ് ഒക്കെ ആയിരുന്നു. ഏകദേശം ഇതേ പ്രോപ്പർട്ടി തന്നെ ഉള്ളതും, പക്ഷേ റിങ്ങിന്റെ എണ്ണം കുറഞ്ഞത്. ഉദാഹരണം 2 റിംഗ് ആണെങ്കിൽ അതിനെ നമ്മൾ ബൈസൈക്ലിക് എന്ന് വിളിക്കും. 4 റിംഗ് ടെട്രാസൈക്ലിക്. 4 റിംഗ് ഉള്ളതിനെ നമ്മൾ ടെട്രാസൈക്ലിക് എന്നാണ്. ഇത് രണ്ടും 2 റിംഗ് ഉള്ളതും 4 റിംഗ് ഉള്ളതിന് നമ്മൾ എറ്റിപ്പിക്കൽ ആന്റിഡിപ്രസൻസിൽ പറയാം, ബിക്കോസ് ദേ ആർ നോട്ട് ട്രൈസൈക്ലിക്. നമ്മളിവിടെ ട്രൈസൈക്ലിക്കിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി ഇവിടെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ ഇമിപ്രമിൻ ലൈക്ക് ഡ്രഗ്സ്, ഇമിപ്രമിൻ ലൈക്ക് ഡ്രഗ്സ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അമിട്രിപ്റ്റിലിൻ ലൈക്ക് ഡ്രഗ്സ്, അമിട്രിപ്റ്റിലിൻ ലൈക്ക്, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലസ് അതേഴ്സ്, മറ്റുള്ളവ. വേറെ രീതി സെക്കൻഡറി അമീൻസ് ആണോ ടെർഷ്യറി അമീൻ ആണോ എന്ന് നോക്കിയിട്ട് സെക്കൻഡറി അമീൻസ്, ടെർഷ്യറി അമീൻസ് ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ നമുക്ക് കെമിക്കൽ അല്ല നമുക്ക് വേണ്ടത്, നമ്മൾ ഫാർമക്കോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ ഡിസ്ക്രൈബ് ഇൻ ടേംസ് ഓഫ് ദർ ഫാർമക്കോളജി. ഫാർമക്കോളജി വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഒന്ന് 5-HT സെറോട്ടോണിൻ, 5-HT അല്ലെങ്കിൽ സെറോട്ടോൺ ഓർ നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. ഇതിന്റെ രണ്ടിന്റെയും റീ അപ്ടേക്ക് ഒരേപോലെ തടയുക ഇൻഹിബിഷൻ ആണ്. ഇൻഹിബിറ്റേഴ്സ് ഓഫ് 5-HT ആൻഡ് നോർ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ആണോ 5-HT ആണോ എന്ന് വ്യത്യാസമില്ലാതെ രണ്ടിനെയും തടയുന്നവ. ഇൻഹിബിറ്റ് ബോത്ത് 5-HT ആൻഡ് നോർ അഡ്രിനാലിൻ റീ അപ്. മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമിപ്രമിൻ, ഇമിപ്രമിൻ ആണ് ഒരു മരുന്ന്. ദെൻ ട്രൈമിപ്രമിൻ, ദെൻ ക്ലോമി എന്ന് എഴുതുക, പ്രമിൻ എഴുതുക, ക്ലോമിപ്രമിൻ. ദെൻ ഓക്സാപ്രോട്ടിലിൻ പോലെയുള്ള മരുന്ന്. ദെൻ സം അതർ ഡ്രഗ്സ് ലൈക്ക് ഡോത്തിയാപിൻ, ദെൻ ഡോക്സെപ്പിൻ. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ രണ്ടിനെയും തടയും. തടയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, ഇത് പ്രീ ഗാംഗ്ലിയോണിക് നെർവ് എൻഡിംഗ് ആണെങ്കിൽ, ഇത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിംഗ് ആണെങ്കിൽ, ഇവിടെ നിന്ന് 5-HT റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീ അപ്ടേക്ക്, അതായത് സെർട്ടിനെ തടയും. ഓക്കെ, ഇത് വേറൊരു നെർവ് ആണെന്ന് വിചാരിക്കുക, ദിസ് ഇസ് എ സെക്കൻഡ് നെർവ് ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നോർ അഡ്രിനാലിനാണ് പുറത്തു വരുന്നതെങ്കിൽ ആ നോർ അഡ്രിനാലിൻ തിരിച്ചെടുക്കുന്നത് നെറ്റ് ആണ്, NET. സോ ഇതിനെയും തടയും. സോ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ബോത്ത് 5-HT സെർട്ട് ആൻഡ് നെറ്റ്. രണ്ടിനെയും തടയുന്ന മരുന്നുകളാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, സോ ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ, ദേ പ്രിഫറൻഷ്യലി ഇൻഹിബിറ്റ് മോർ നെറ്റിനെ കൂടുതലായി. ഇവിടെയാണ് ഇതിന്റെ കൂടുതൽ ആക്ഷൻ. ഇതിനേക്കാൾ ഒട്ടുമില്ലെന്നല്ല, ഇതിനെയും ഇൻഹിബിറ്റ് ചെയ്യും, പക്ഷേ ദീസ് ആക്ട്സ് മോർ ഹിയർ. പ്രിഫറൻഷ്യൽ ഇൻഹിബിറ്റേഴ്സ് ഓഫ് നോർ അഡ്രിനാലിൻ. സോ ദേ ഇൻഹിബിറ്റ് മോർ നോർ അഡ്രിനാലിൻ റീ അപ്ടേക്ക്. അങ്ങനെയുള്ള മരുന്നുകൾ പേര് ഡെസിപ്രമിൻ ആണ് ഒരെണ്ണം. ദെൻ പ്രോട്രിപ്റ്റിലിൻ, നോർട്രിപ്റ്റിലിൻ. ബാക്കിയുള്ള മരുന്നുകൾ ഇപ്പൊ അമിപ്രമിൻ എന്ന് ഞാൻ എഴുതിയിട്ടില്ല, അമിട്രിപ്റ്റിലിനൊക്കെ രണ്ടിനെയും തടയുന്ന ഇവിടെ ചേർക്കാം, അമിട്രിപ്റ്റിലിൻ. സോ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ. ഇനിയും ധാരാളം മരുന്നുകളുണ്ട്. ഇനി ഇതിപ്പോ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഞാൻ പറയാം, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ എഴുതേണ്ട ആവശ്യം പോലുമില്ല. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് രണ്ടിനെയും തടയാത്ത, ഡസ് നോട്ട് ഇൻഹിബിറ്റ് റീഅപ്ടേക്ക് ഓഫ് 5-HT ഓർ നോറഡ്രിനാലിൻ. രണ്ടിനെയും തടയാത്ത ഒരു TCA ഉണ്ട്. ആ TCAയുടെ പേര് ഓപ്പിപ്രമോൾ എന്നാണ്. ഓപ്പിപ്രമോൾ എന്ന മരുന്ന് ചില രാജ്യങ്ങളിലെങ്കിലും അവൈലബിൾ ആണ്, പക്ഷെ അധികം ഉപയോഗത്തിലില്ല. നോ മോണോ അമീൻ റീ അപ്ടേക്ക് ഇൻഹിബിഷൻ. ഇതും ഒരു TCA ആണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായിട്ടും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ സിഗ്മ റിസെപ്റ്ററിലാണ് പ്രവർത്തിക്കുക. സോ ഇതാണ് മരുന്നുകൾ. നമ്മളെ സംബന്ധിച്ച് 2 മരുന്നുകൾ, ദോസ് ഇൻഹിബിറ്റ് 5-HT ആൻഡ് നോറഡ്രിനാലിൻ ആൻഡ് ദോസ് പ്രിഫറൻഷ്യലി ഓർ മോർ ഇൻഹിബിറ്റ് നോർ എപ്പിനെഫ്രിൻ. ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫൈനൽ പറയുകയാണെങ്കിൽ, സോ ദീസ് ഡ്രഗ്സ് ദേ ഇൻഹിബിറ്റ് ദ റീ അപ്ടേക്ക് ഓഫ് 5-HT ഓർ നോർ അഡ്രിനാലിൻ ബൈ ഇൻഹിബിറ്റിംഗ് ദ സെർട്ട് ആൻഡ് നെറ്റ്, ആൻഡ് they increase the availability of 5-hydroxytryptamine in the serotonergic nerve endings and increase the availability of noradrenaline in the noradrenergic or adrenergic nerve endings in the brain. ഇതാണ് ഇവിടെ മെക്കാനിസം. And these drugs are equally efficacious or more efficacious
efficacious than SSRI, but these are not the first line drugs. These are second line or third line drugs only. അതിന് കാരണം ഞാൻ പറഞ്ഞത് SSRI വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ട് SSRI ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നു, ബിക്കോസ് ഓഫ് ദർ ലെസർ അഡ്വേഴ്സ് പ്രൊഫൈൽ. സോ ഇവയ്ക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള അഡ്വേഴ്സ് പ്രൊഫൈൽ ഉണ്ട്. സോ അത് നമ്മളിവിടെ ഫാർമക്കോളജി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളത് പറയാം. ഇനി ഈ മരുന്നുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ മാക്സിമം നോർ അഡ്രിനാലിൻ സെലക്ടിവിറ്റി? നോർ അഡ്രിനാലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സെലക്റ്റീവ്. സോ സെലക്റ്റീവ് റീഅപ്ടേക്ക് ഇൻഹിബിഷൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡെസിപ്രമിൻ ആണ്. ഞാൻ അവിടെ എഴുതിയപ്പോൾ ഡെസിപ്രമിന്റെ പേരാണ് ഞാൻ ആദ്യം എഴുതിയത് എന്ന് ഓർക്കുക. ഡെസിപ്രമിൻ കഴിഞ്ഞാൽ പിന്നെ പ്രോട്രിപ്റ്റിലിൻ ആണ്. ദെൻ നോട്രിപ്റ്റിലിൻ ആണ് അടുത്തയാള്. നോട്രിപ്റ്റിലിൻ അടുത്തയാൾ ട്രിപ്റ്റിലിൻ ആണ്. സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ദെൻ ഇമിപ്രമിൻ. ഇനി ബാക്കി എല്ലാ മരുന്നിനും ഇതിനേക്കാൾ താഴെയായിരിക്കും. ഇനി ഏറ്റവും കുറവ് നോറഡ്രിനാലിനോട് സെലക്ടിവിറ്റി ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഡോക്സെപിൻ എന്ന മരുന്നിനാണ്. സോ ഡോക്സെപിൻ എന്ന മരുന്നിനാണ് ഏറ്റവും കുറവ്. സോ കെമിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻസിനാണ് കൂടുതൽ നോറഡ്രിനാലിൻ സെലക്റ്റീവ് ഇൻഹിബിഷൻ ഉള്ളത്. സോ സെക്കൻഡറി അമീൻസിന് കൂടുതലും, ടേർഷ്യറി അമീൻസ് ആണെങ്കിൽ അവയ്ക്ക് 580 ആയിരിക്കും കൂടുതൽ ഇൻഹിബിഷൻ. ഓർ നോറഡ്രിനാലിനോട് കുറച്ച് ഇൻഹിബിഷൻ, നോറഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്ററി ആക്ഷൻ കുറവായിരിക്കും എന്ന് നമുക്ക് കാണാം. ഇനി ഇവിടെ കൈനറ്റിക്സിനെ പറ്റി പറഞ്ഞാൽ, കൈനറ്റിക്സിൽ ഞാൻ ഓരോ മരുന്നുകളും ഇൻഡിവിജ്വൽ ഡ്രഗ്സിലേക്ക് പോകുന്നില്ല, ബിക്കോസ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ അരമണിക്കൂർ കൊണ്ട് തീരില്ല. സോ ഈ ഗ്രൂപ്പിന്റെ VD, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് കാണാം. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്ലഡിനകത്തായിരിക്കില്ല മരുന്ന് പുറത്ത് എക്സ്ട്രാ വാസ്കുലാർ കമ്പോണന്റിലായിരിക്കും മരുന്ന് കൂടുതൽ ഉള്ളത് എന്നാണ്. സോ അതിനൊരു വേറെ അർത്ഥം കൂടിയുണ്ട്. ഇൻ കേസ് ഓഫ് ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഹീമോഡയാലിസിസ് നടത്തി മരുന്ന് പുറത്തേക്ക് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഹീമോഡയാലിസിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദിസ് ഡ്രഗ് ബിക്കോസ് ഓഫ് ദർ ഹൈ VD. അതാണ് ഒരു പോയിന്റ് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, ദിസ് ഡ്രഗ് ഹാസ് ലോ സേഫ്റ്റി ഓഫ് സേഫ്റ്റി മാർജിൻ കുറവാണ് ഈ മരുന്നുകൾക്ക്. അതുകൊണ്ട് ദീസ് ഡ്രഗ്സ് നീഡ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ഓർ TDM വേണ്ട തരം മരുന്നുകൾ ആണ് എന്നുള്ളതാണ്. സോ SSRIs ആണെങ്കിലും SNRIസിനാണെങ്കിലും TDMന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കൂടിയാണ് ആ ഡ്രഗുകൾ ഫസ്റ്റ് ലൈൻ ഡ്രഗുകളായിട്ട് ഉപയോഗിക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൈനറ്റിക്സിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ഇവിടെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. ആക്ച്വലി ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഒരുമിച്ച് ഒറ്റയ്ക്ക് മാത്രം പറയുന്നതിനേക്കാൾ യൂസസും അഡ്വേഴ്സ് എഫക്റ്റും കൂടി പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെങ്കിലും ഞാൻ ഐ വിൽ ട്രൈ ഓൺലി ഫാർമക്കോളജിയിൽ ആക്ഷൻ 1 എന്ന് പറയുന്നത് നോർ അഡ്രിനാലിൻ ആൻഡ് 5HT റീഅപ്ടേക്ക് ഇൻഹിബിഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മെക്കാനിസം. ഇത് കൂടാതെ ഈ മരുന്നുകൾക്ക് വേറെ ചില റിസപ്റ്ററുകളിൽ കൂടി ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവ SSRIസിൽ നിന്നും SNRIസിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ഉള്ളത് H1 ആന്റിഹിസ്റ്റമിനിക് ആക്ഷൻ ആണ്. ആന്റിഹിസ്റ്റമിനിക് ആക്ഷൻ കൂടി ഇവയ്ക്ക് ഉണ്ട്. സോ H1 ബ്ലോക്കിംഗ് എഫക്ട്. H1 ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഉറക്കം കൂടുതലുണ്ടാക്കും, വിശപ്പ് കൂടുതലായിരിക്കും, ഭക്ഷണം കൂടുതൽ കഴിക്കും, ചൊറിച്ചിൽ കുറയ്ക്കും. ഇത് മൂന്നുമാണായിരിക്കും അതിന്റെ എഫക്ട് കൂടുതൽ. ഇത് ഏറ്റവും കൂടുതൽ ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നിന്റെ പേര് ഡോക്സെപിൻ എന്ന മരുന്നിനാണ്. പിന്നെ ട്രൈമിപ്രമിൻ ആണ്. ട്രൈമിപ്രമിൻ മുഴുവൻ ഞാൻ എഴുതുന്നില്ല. അമിട്രിപ്റ്റിലിന് കൂടുതലുണ്ട്. സോ ഇതാണ് അതിന്റെ ഒരു ഏകദേശ ഓർഡറിലാണ് ഞാൻ എഴുതുക. ദെൻ കുറവ് ഏതിനാന്ന് വെച്ചാൽ ക്ലോമിപ്രമിന് കുറവാണ്, ഡെസിപ്രമിന് കുറവാണ്, നോർട്രിപ്റ്റിലിന് കുറവാണ്, പ്രോട്രിപ്റ്റിലിന് കുറവാണ്. സോ ഇതെല്ലാം കുറഞ്ഞ മരുന്നുകളും ഇതെല്ലാം ഇൻക്രീസ്ഡ് ഓർ കൂടിയ H1 ആന്റിഹിസ്റ്റമിനിക് ആക്ഷൻ ഉള്ള മരുന്നുകൾ ആണ്. ഇനി മൂന്നാമത്തെ ഒരു എഫക്ട്, ദീസ് ഹാവ് ആന്റികോളിനർജിക് ഓർ ആന്റിമെസ്കാരിനിക് ആക്ഷൻ ഉണ്ട്. ആന്റിമെസ്കാരിനിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് ഡ്രൈ മൗത്ത് ആണ്. ഡ്രൈ മൗത്ത്, ഡിപ്ലോപ്പിയ, ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ വരാം, യൂറിനറി റിറ്റൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറയാം, യൂറിനറി റിറ്റൻഷൻ. സോ ഇവ ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ അത് അമിട്രിപ്റ്റിലിനാണ്. അമിട്രിപ്റ്റിലിനാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ദെൻ അതിനൊപ്പം തന്നെ ഏകദേശം ഉള്ളതാണ് പ്രോട്രിപ്റ്റിലിനും ഏകദേശം സമാനമാണ്. ദെൻ ട്രൈമിപ്രമിന് അതുണ്ട്, ഡോക്സെപിൻ ഉണ്ട്, ദെൻ ഇമിപ്രമിൻ ആൻഡ് ഓൾസോ ക്ലോമിപ്രമിൻ. ബാക്കിയുള്ളതിനൊക്കെ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ അപേക്ഷിച്ച് കുറവായിരിക്കും. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദീസ് ഹാവ് α1 ബ്ലോക്കിംഗ് ആക്ഷൻസ് ഉണ്ട്. α1 പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം ബ്ലഡ് വെസലിലാണ്. സോ ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ദീസ് ക്യാൻ കോസ് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. ഇതും ഏറ്റവും കൂടുതലുള്ളത് അമിട്രിപ്റ്റിലിന് തന്നെയാണ്. അമിട്രിപ്റ്റിലിൻ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാവുന്നത് ഡോക്സെപിൻ ആണ്. ഡോക്സെപിൻ കഴിഞ്ഞാൽ ട്രൈമിപ്രമിൻ ഉണ്ട്, ദെൻ ക്ലോമിപ്രമിൻ ഉണ്ട്, ഡെസിപ്രമിൻ. ഇതാണ് ഇതിന്റെ ഓർഡർ. സോ ദീസ് ഹാവ് BP താഴ്ത്തുന്ന എഫക്ട് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു പ്രോപ്പർട്ടി പറയാനാണെങ്കിൽ
അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ദീസ് ഹാവ് സോഡിയം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. സോഡിയം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആന്റി അരിത്മിക് ഡ്രഗ്സിലൊക്കെ പഠിച്ച സോഡിയം ചാനൽ ക്യുനിഡിൻ പോലെയുള്ള സം എഫക്ട്സ് കണ്ടേക്കാം. ദെൻ ന്യൂറോപ്പതിക് പെയിൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചേക്കാം. അപ്പൊ ഇനി നമുക്ക് ഇവിടെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് കൂടി പറഞ്ഞു പോകാം. അഡ്വേഴ്സ് എഫക്ട് ബിക്കോസ് ഓഫ് ദിസ് H1 ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ മൂലം എന്തായിരിക്കും? ഉറക്കം ഉണ്ടാക്കാം, സ്ലീപ്പ് ഉണ്ടാക്കാം, ക്ഷീണം, തളർച്ച, ഫറ്റീഗ്, മലൈസ്, ലെത്താർജി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഫറ്റീഗ്, മലൈസ്, ലെത്താർജി. ഡ്രൈവിംഗ് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. ധാരാളം ഫുഡ് കഴിക്കുകയും തടി കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. സോ വെയിറ്റ് ഗെയിനോ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എഴുതാം. ദെൻ ബിക്കോസ് ഓഫ് ദർ ആന്റി കോളിനർജിക് ആക്ഷൻ, ആന്റി മസ്കാർനിക് ആക്ഷൻ മൂലം എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സൈഡ് എഫക്ട്സ് ആയിട്ട് അത് തന്നെ എഴുതാം. ഡ്രൈ മൗത്ത് ഉണ്ടാക്കാം. ദെൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. യൂറിനറി റിട്ടൻഷൻ ഉണ്ടാക്കാം. ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ ഉണ്ടാക്കാം. ദെൻ യൂറിനറി റിട്ടൻഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ഡിപ്ലോപ്പിയ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ സാധാരണ ആന്റി കോളിനർജി. ഹൃദയത്തിലും പ്രശ്നം ഉണ്ടാക്കാം ബിക്കോസ് ഓഫ് ദർ ബ്ലോക്കിംഗ് ഓഫ് ദ വാഗൽ എഫക്ട് ബ്ലോക്ക് ചെയ്താൽ ഹേർട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ബിക്കോസ് ഓഫ് ദർ ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ഷൻ. ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ഷൻ മൂലം ഉണ്ടാകുന്നത് വാസോ ഡയലറ്റേഷൻ ആണ്. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. സോ പോസ്റ്റുറൽ ഹൈപ്പോ ടെൻഷൻ. സോ സെയിം ഫാർമക്കോളജിക്കൽ ആക്ഷൻ നമ്മൾ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് കൂടി എഴുതുകയാണ്. ഇനി ഈ നാലാമത്തെ അഡ്വേഴ്സ് എഫക്ട് നമുക്ക് എഴുതാനുള്ളത് ദിസ് ക്യാൻ ഇൻക്രീസ്ഡ് ഓർ പ്രിസിപ്പിറ്റേറ്റ് സീഷേഴ്സ്. സീഷേഴ്സ് ഉണ്ടാക്കാം. സീഷേഴ്സിന്റെ ത്രെഷോൾഡ് കുറയ്ക്കുകയോ സീഷേഴ്സ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യാം. ബിക്കോസ് ഇതൊക്കെ ഉണ്ടാവാൻ കാരണം ഇൻക്രീസ്ഡ് 5-HT ആൻഡ് ഇൻക്രീസ്ഡ് നോറഡ്രിനാലിൻ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനകത്ത് നോറഡ്രിനാലിനെ കൂടുമ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ആണ് സീഷേഴ്സ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സീഷേഴ്സ് ഉണ്ടാക്കുന്നത് അമിട്രിപ്റ്റിലിൻ ആണ്. അമിട്രിപ്റ്റിലിൻ ആൻഡ് ഓൾസോ ഇമിപ്രമിൻ. ഏറ്റവും കൂടുതൽ അതല്ല, ഏറ്റവും കൂടുതൽ ക്ലോമിപ്രമിൻ ആണ്. ദെൻ അമിട്രിപ്റ്റിലിൻ ആൻഡ് ഇമിപ്രമിൻ ആണ്. ദെൻ ഡോക്സെപ്പിൻ ഉണ്ടാക്കാം. അഞ്ചാമത്തെ സൈഡ് എഫക്ട്സ് പറയാനുള്ളത് അരിത്മിയ ആണ്. അരിത്മിയ ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. വൺ റീസൺ ഈസ് ബിക്കോസ് ഓഫ് വാഗൽ നെർവിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റൊരു റീസൺ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് മൂലമാണ്. ഓക്കെ, സോ ഇമിപ്രമിൻ അരിത്മിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ഇമിപ്രമിൻ ഉണ്ട്, അമിട്രിപ്റ്റിലിൻ ഉണ്ട്, ഡോക്സെപ്പിൻ ഉണ്ട്, ക്ലോമിപ്രമിൻ. ഏറ്റവും കുറവ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക, നോർട്രിപ്റ്റിലിൻ ആണ്. നോർട്രിപ്റ്റിലാണ് അരിത്മിയ ഏറ്റവും കുറവ് ഉണ്ടാക്കുന്നത്. ദെൻ അരിത്മിയ ഉണ്ടാക്കാൻ ഒരു കാരണം ഞാൻ പറഞ്ഞു, ഹൃദയത്തിലെ പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യാം. സോ ആറാമത്തെ എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് അതും നമുക്ക് എഴുതാം. കാർഡിയോടോക്സിക് ആണ്. പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നതെല്ലാം കാർഡിയോടോക്സിക് ആണ്. QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കും എന്ന് നമ്മൾ ആന്റി അരിത്മിക്സ് വീഡിയോ സീരീസിൽ പറഞ്ഞു. ദിസ് ഓൾസോ ക്യാൻ കോസ് ടോർസൈഡ്സ് ഡി പോയിന്റേഴ്സ് അങ്ങനെയുള്ള പ്രശ്നം. ടോർസൈഡ്സ് പോയിന്റേഴ്സ് ഉണ്ടാക്കാം. ദെൻ സോഡിയം ചാനൽ ബ്ലോക്കിംഗ് അതും പ്രശ്നമാണ്. ക്യുനിഡിൻ ലൈക്ക് എഫക്റ്റ് ആണ്. സോ ദിസ് ഹാസ് ക്യുനിഡിൻ എന്ന ഡ്രഗിന് സോഡിയം ചാനൽ ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ആന്റി അരിത്മിക് പറഞ്ഞായിരുന്നു. സോ ഓൾമോസ്റ്റ് സിമിലർ എഫക്റ്റ് ആണ്. സോ അതുകൊണ്ട് അരിത്മോജനിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാം. ദെൻ അരിത്മിയ ഉണ്ടാക്കാനുള്ള വേറെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ഓഫ് AV നോഡൽ കണ്ടക്ഷൻ ബ്ലോക്കിംഗ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് ആന്റി കോളിനർജിക് ആക്ഷൻ. സോ AV നോഡൽ കണ്ടക്ഷൻ ബ്ലോക്ക്. ദെൻ വെയിറ്റ് വർദ്ധിക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, H1 മൂലമായിരിക്കാം. ദെൻ ഇമ്പോർട്ടൻസിന്റെ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. SSRIs പറഞ്ഞാണ്. സോ സെയിം റീസൺ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കാം. സോ ഇനി നമുക്ക് പറയേണ്ടത് യൂസസ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ്? നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ആന്റിഡിപ്രസൻസ് ഗ്രൂപ്പിലാണ്. സോ ഫസ്റ്റ് യൂസ് ഈസ് ഇൻ MDD, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഓർ ഡിപ്രഷനിലാണ്. നേരത്തെ ദീസ് വാർ ദ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ തേർഡ് ലൈൻ മാത്രമാണ്. ദീസ് ആർ നോട്ട് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് SSRIs ആണ് ഫസ്റ്റ്, ദെൻ വെൻലഫാക്സിൻ പോലെയുള്ള SNRIs, ദെൻ മൂന്നാമത്തെ ചോയ്സ് ആണ് ഇപ്പോൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ്. പക്ഷേ ഡോക്ടർമാർ പലപ്പോഴെങ്കിലും അമിട്രിപ്റ്റിലിനൊക്കെ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. മറ്റ് കാരണങ്ങളാലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മൈൽഡ് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ ദേ വിൽ ഗോ ഫോർ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ്. രണ്ടാമത്തെ ഉപയോഗം ഇൻ OCDസിലാണ്. OCDസിൽ നമ്മൾ പറഞ്ഞു ഫ്ലൂഓക്സമിൻ പോലെയുള്ള മരുന്നുകൾ, ഫ്ലൂഓക്സെറ്റിൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ SSRIസും നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് റെസിസ്റ്റന്റ് OCDയിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് റെസിസ്റ്റന്റ് OCDയിൽ IV ക്ലോമിപ്രമിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ക്ലോമിപ്രമിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ മൂന്നാമത്തെ ഉപയോഗം ADHDയിലാണ്. ADHD ഇപ്പോൾ ഞാൻ എല്ലാം CNS റിലേറ്റഡ് യൂസസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ADHDയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന മരുന്നുകളാണ് ഡെസിപ്രമിൻ കൊടുക്കാം, ഇമിപ്രമിൻ കൊടുക്കാം, ദെൻ നോർട്രിപ്റ്റിലിൻ കൊടുക്കാം. സോ ഇതെല്ലാം നോർ അഡ്രിനാലിന്റെ ലെവൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ദെൻ ഇതല്ലാതെയുള്ള വേറെ ആന്റി ഡിപ്രസൻസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറ്റോമോക്സെറ്റിൻ ഉണ്ട്, ദെൻ റിബോക്സെറ്റിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ദെൻ ബുപ്രോപ്പിയോൺ ഈ വിഭാഗത്തിലെ ടിപ്പിക്കൽ
മെഡിക്കൽ മരുന്നാണ്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ദെൻ പക്ഷേ ഡ്രഗ് ഓഫ് ചോയ്സ് ഒന്നല്ല, ആംഫിറ്റമിൻ ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗുകളാണ് ADHDയിലെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്ന മരുന്നുകളാണ്. ദെൻ നാലാമത്തെ ഒരു ഉപയോഗം ഇൻ മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് തടയാനാണ്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് അല്ല. അതിന് വേറെ മരുന്നുകൾ ഉണ്ട് നമുക്കറിയാം. 5T3 റിലേറ്റഡ് വേറെ മരുന്നുകൾ നമ്മൾ ട്രിപ്റ്റാൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന അമിട്രിപ്റ്റിലിൻ നമുക്ക് കൊടുക്കാം. നോർട്രിപ്റ്റിലിൻ ഇതായിരിക്കും ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് നോർട്രിപ്റ്റിലിൻ. പക്ഷെ തടയാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രഗ് ഈസ് പ്രൊപ്രാനലോൾ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ബീറ്റാ ബ്ലോക്കർ ആയിട്ടുള്ള പ്രൊപ്രാനലോൾ ആണ് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസിന് പ്രധാനപ്പെട്ട നമ്പർ 1. ദെൻ 5T ട്രിപ്റ്റാൻസ് വേറെ മരുന്നുകളാണ്. ബട്ട് അമിട്രിപ്റ്റിലിൻ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്, വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ഉപയോഗം നൊക്ടേണൽ എന്യൂറസിസ്, രാത്രി കിടന്ന് മൂത്രമൊഴിക്കുക. എന്യൂറസിസ് ആണ് രാത്രി മൂത്രമൊഴിക്കുക, കിടന്നുമുള്ളൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബെഡ് വെറ്റിംഗ് എന്ന് പറയാം. 5 വയസ്സിന് വരെ ഇത് കുഴപ്പമില്ല. 5 വയസ്സ് വരെ കിടന്നുമുള്ളൽ സ്വാഭാവികമാണ്. 5 വയസ്സിന് മുകളിലുള്ളവരിലാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് ഇമിപ്രമിൻ പോലുള്ള മരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കുക. ഇമിപ്രമിൻ പോലെയുള്ള മരുന്നുകൾ ഇത് ഉപയോഗിക്കാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദർ ആന്റി കോളിനർജിക് എഫക്ട് മൂലമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ആന്റി കോളിനർജിക് ഡ്രഗ്സുകൾ തന്നെ ഡൈറിഫെനാസിൻ, സോൾഫെനാസിൻ, ദെൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഓൾറെഡി. അതല്ലാതെ ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ് ഇമിപ്രമിൻ പോലെയുള്ളവ. ദെൻ ആറാമത്തെ ഉപയോഗം ബിക്കോസ് ഓഫ് ദർ ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ. ആന്റി ഹിസ്റ്റമിനിക് എഫക്ട് മൂലം ഏറ്റവും കൂടുതൽ ആന്റി ഹിസ്റ്റമിനിക് എഫക്ട് ഡോക്സെപ്പിൻ എന്ന് പറയുന്ന മരുന്നിനാണ് നമ്മൾ പറഞ്ഞു. ഡോക്സെപ്റ്റിൻ അപ്പോൾ ചൊറിച്ചിലിനെതിരെ ഉപയോഗിക്കാം, ഇച്ചിങ്ങിനെതിരെ ഉപയോഗിക്കാം. അറ്റോപിക് ഡെർമറ്റൈറ്റിസിന് ഉപയോഗിക്കാം. ലൈക്കൻ എഴുതുക, ലിക്കൻ. പ്ലാനസിന് നമുക്ക് ഉപയോഗിക്കാം. ഫ്രോസ്റ്റ് ബൈറ്റ്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചൊറിച്ചിൽ, പല വിധത്തിലുള്ള ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ ബിക്കോസ് ഓഫ് ദർ ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ നമുക്ക് ഡോക്സെപ്പിൻ ആയിരിക്കും മിക്കവാറും കൊടുക്കുക. ദെൻ ആറാമത്തെ ഉപയോഗം ഇൻ ന്യൂറോപ്പതിക് പെയിൻ ഉപയോഗിക്കാം. ഏതൊക്കെയാണ് ന്യൂറോപ്പതിക് പെയിൻ? ഉദാഹരണം പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയയിൽ നൽകാം. ദെൻ ട്രൈജെമിനൽ ന്യൂറാൾജിയക്കൊക്കെ വേറെ മരുന്നുകളുണ്ട്, നമ്മൾ കാർബമിസപ്പിനൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന കണ്ടീഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ സോഡിയം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ മൂലമാണ് ഇത് ഉപയോഗിക്കുക. അമിട്രിപ്റ്റിലിൻ കൊടുക്കാം, നോർട്രിപ്റ്റിലിൻ കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഏഴാമത്തെ ഉപയോഗം ഇവിടെ തന്നെ എഴുതാം, സ്മോക്കിംഗ് സെസേഷൻ ആണ്. സ്മോക്കിംഗ് സെസേഷന് നമ്മൾ വേറെ മരുന്നുകൾ വെരിനിക്ലിൻ പോലെയുള്ള മരുന്നുകൾ പഠിച്ചായിരുന്നു. ബുപ്രോപ്പിയോണിനെ പറ്റി നമ്മൾ ആ ആന്റി കോളിനർജിക് ഡ്രഗ്സ് ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ നിക്കോട്ടിനിക്. അവിടെ നിക്കോട്ടിനൈസ് ട്രാൻസ്ഡെർമൽ പാച്ചസ് ഓർ എന്താ പറയാ വായിൽ ഗമ്മായിട്ടൊക്കെ ഉപയോഗിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. എങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്ന മരുന്ന് നോർട്രിപ്റ്റിലിൻ ആണ്. നോർട്രിപ്റ്റിലിൻ ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് ലൈൻ ഓർ സെക്കൻഡ് ലൈൻ ഒന്നും അല്ല, തേർഡ് ലൈൻ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ എട്ടാമത്തെ ഉപയോഗം ഇൻ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ്. ഓഫ് ലേബൽ യൂസ് ആണ്, എങ്കിലും ഡയേറിയ പ്രഡോമിനന്റ് IBSൽ ഉപയോഗിക്കാവുന്ന ഡ്രഗുകളാണ്. ആന്റി കോളിനർജിക് എഫക്ട് കൂടുതലുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അമിട്രിപ്റ്റിലിൻ നമുക്ക് കൊടുക്കാം, ഇമിപ്രമിൻ നമുക്ക് കൊടുക്കാം, ഡെസിപ്രമിൻ നമുക്ക് കൊടുക്കാം, നോർട്രിപ്റ്റിലിൻ. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ IBS ഡയേറിയ പ്രഡോമിനന്റ് IBSൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി പറയാനുള്ളത് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് കഴിച്ച് പോയിസണിങ് ഉണ്ടായാൽ എന്താണ് ലക്ഷണങ്ങൾ, എന്താണ് ട്രീറ്റ്മെന്റ്? ഓക്കെ, അമിതമായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പോയിസണിങ് ഉണ്ടാകാം. ഇറ്റ് ക്യാൻ കോസ് സീഷേഴ്സ് ഉണ്ടാക്കാം. സീഷേഴ്സ് ലൈക്ക് മയോക്ലോണിക് ജെർക്സ് ആയിരിക്കും, മയോക്ലോണിക് കൺവൽഷൻസ് ഉണ്ടാക്കാം. ദെൻ കോമ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ദെൻ ഹോട്ട് ഡ്രൈ സ്കിൻ ഹൈപ്പർതെർമിയ ഉണ്ടാക്കാം ബിക്കോസ് ഓഫ് ആന്റി കോളിനർജിക് എഫക്റ്റ് ആണ് ഇതുണ്ടാകും. ദെൻ α1 ആക്ഷൻ മൂലം ഹൈപ്പോടെൻഷൻ, പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ മാത്രമല്ല ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. ദെൻ ടാക്കിക്കാർഡിയ, ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടാനുള്ള കാരണം ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്. മിഡ്രിയാസിസ് ഉണ്ടാവാനുള്ള കാരണവും ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്. ദെൻ കാർഡിയക് അരിത്മിയ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന് അട്രോപ്പിൻ ലൈക്ക് ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്, IV നോഡൽ ബ്ലോക്കിംഗ് ആക്ഷൻ. രണ്ടാമത്തത് ക്യൂനിഡിൻ ലൈക്ക് ആക്ഷൻ പറഞ്ഞു. സോഡിയം ചാനലിനെയും ബ്ലോക്ക് ചെയ്യാം, പൊട്ടാസ്യം ചാനലിനെയും ബ്ലോക്ക് ചെയ്യാം. രണ്ടും ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് QT പ്രൊലോങ് ചെയ്യാം. അത് നമ്മൾ ടോർസെ ഡി പോയിന്റസ് എന്നാണ് നമ്മൾ പറയാം. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. കാർഡിയക് അരിത്മിയ ഉണ്ടാക്കാം, സീഷേഴ്സ് ഉണ്ടാക്കാം. സോ വാട്ട്സ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് IV ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ടു കൗണ്ടറാക്ട് ആസിഡോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇതാദ്യം. ടു മേക്ക് യൂറിൻ ആൽക്കലൈൻ, അപ്പോഴത്തേക്കും മരുന്ന് കുറേ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ദർ ഈസ് നോ സ്പെസിഫിക് ആന്റിഡോട്ട് ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. ദെൻ ഗ്യാസ്ട്രിക് ലാവേജ്, ബിക്കോസ് ദീസ് ഡ്രഗ്സ് ആർ ഓറൽ ആണ് അവൈലബിൾ, ഇഞ്ചെക്ടബിൾ ഫോമിലല്ല. ഓറൽ ആയതുകൊണ്ട് ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റുമെന്ന്
വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാര്യം നമ്മൾ പറഞ്ഞു VD കൂടുതലാണ്, ബ്ലഡിനകത്ത് മരുന്നുണ്ടാവില്ല. സോ ഹീമോഡയാലിസിസ് കൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സീഷേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സീഷേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബെൻസോഡയസിപ്പിൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അടുത്ത പ്രശ്നം ഉള്ളത് കാർഡിയോവാസ്കുലാർ സൈഡ് എഫക്ട്സ് ആണ്. കാർഡിയോവാസ്കുലാർ മീൻസ് മെയിൻ ആയിട്ട് ആന്റികോളിനർജിക് സൈഡ് എഫക്ട്സ് ആണ്. ഹൃദയത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്റികോളിനർജിക് ആക്ഷൻ കുറയ്ക്കാനായിട്ട് ഫൈസോസ്റ്റിക്മിൻ പോലെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ദെൻ കാർഡിയക് അരിത്മിയ എന്ന് കഴിഞ്ഞാൽ ലിഡോക്കെയിനിലേക്ക് പോകാം. ലിഡോക്കെയിൻ ലൈക്ക് ഡ്രഗ്സ്. സോ ദീസ് ആർ ദ ഡ്രഗ്സ് വി ക്യാൻ യൂസ് ഇൻ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ് പോയിസണിങ് ആൻഡ് ദീസ് ആർ ദ ലക്ഷണങ്ങൾ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, സിംറ്റംസ് ഇതാണ്. സോ നമ്മൾ അഡ്വേഴ്സ് എഫക്ട്, സൈഡ് എഫക്ട്, ദെൻ ഫാർമക്കോളജി, യൂസസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സോ ദിസ് ഓൾ അബൌട്ട് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ്. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിംഗ്.